പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വെറും 45 ദിവസത്തിൽ ബോട്ട് സർവീസ് നടത്തിയ ഒരു കുടുംബത്തിന് 30 കോടി രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ബോട്ട് സർവീസ് നടത്തുന്ന ഈ കുടുംബം 130 ബോട്ടുകളാണ് കുംഭമേളയിലെത്തുന്ന തീർത്ഥാടകരെ ലക്ഷ്യമിട്ടൊരുക്കിയത്. കുംഭമേള കഴിഞ്ഞപ്പോൾ ഓരോ ബോട്ടിൽ നിന്നും 23 ലക്ഷം രൂപ ലാഭം നേടാനായെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിദിനം ഏകദേശം 50,000 മുതൽ 52,000 രൂപ വരെ ആ കുടുംബത്തിന് മാത്രമായി എത്തി. ചൊവ്വാഴ്ച നിയമസഭയിൽ 2025-26 വാർഷിക ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഇത് വെളിപ്പെടുത്തിയത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്ത മഹാകുംഭമേള ജാതി, പ്രദേശം, മതം എന്നിവയുടെ അതിർവരമ്പുകൾ മറികടന്ന് പാരമ്പര്യത്തിന്റെയും പുരോഗതിയുടെയും സമ്പൂർണ്ണ സംയോജനം ഉൾക്കൊള്ളുന്നതായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഹാകുംഭമേളയിലെ വിവേചനമുണ്ടായെന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളി. ഈ പരിപാടി എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതും ആഗോളതലത്തിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതുമായിരുന്നു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചിട്ടും ഭക്തരുടെ വിശ്വാസം അചഞ്ചലമായി തുടർന്നു. ഇത്തവണ കുംഭമേളയ്ക്കെത്തിയ 62 കോടിയിലധികം ഭക്തരും സാധുക്കളും സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി മടങ്ങിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തിന് മഹാകുംഭമേള സന്ദർശിക്കുന്ന ഭക്തർ ഒരു വോട്ട് ബാങ്കായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് അവർ നമ്മുടെ പൈതൃകത്തെയും വിശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ നമ്മുടെ സർക്കാരിനെ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ സമ്പദ് വ്യവസ്ഥയിൽ മഹാകുംഭമേളയുടെ മൊത്തം സംഭാവന 3,50,000 കോടി രൂപയാണെന്നും യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി. ഹോട്ടൽ വ്യവസായത്തിൽ 40,000 കോടിയുടെ വരുമാനമുണ്ടായി. ഭക്ഷണത്തിൽ നിന്നും ദൈനംദിന ആവശ്യ വസ്തുക്കൾ, ഗതാഗതം, മതപരമായ വഴിപാട്, സംഭാവന, ടോൾ, മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയായി നല്ലൊരു വരുമാനമുണ്ടായി എന്നും മുഖ്യമന്ത്രി പറയുന്നു.